ഇന്ന് രാവിലെ പതിവില്ലാതെ നേരത്തെ കേട്ടോ ഞാൻ എഴുന്നേറ്റ്. തലേന്ന് അരച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തണുപ്പൊക്കെ മാറി അത്യാവശ്യം ചൂട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പൊങ്ങി വന്നേക്കണേ. ദോശക്ക് മാവ് അരച്ച് കഴിഞ്ഞാൽ 2 ദിവസം പിന്നെ ദോശ ഇഡലിയൊക്കെ ഇട്ടായിരിക്കും. അപ്പൊ ഇന്നത്തേക്ക് ഉള്ളത് മാറ്റിയിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇന്ന് ഉച്ചക്ക് ഊണിന് ഞാൻ അവിയലും സാമ്പാറും ആണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യണം. സാമ്പാർ ആകുമ്പോഴത്തേന് നമുക്ക് ദോശക്ക് എടുക്കാം, നാളത്തേക്ക് ഇഡലിക്കും എടുക്കാമല്ലോ. ആദ്യം തന്നെ നമുക്ക് ചോറ് തിളപ്പിക്കാൻ വെക്കാം. അതാകുമ്പോൾ സൈഡിലിരുന്ന് അങ്ങോട്ട് ആയിക്കോളും. ബാക്കി കറിയൊക്കെ അവിടെ ആയി വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് അടച്ചിട്ടാൽ മതിയല്ലോ. എനിക്കുള്ള ചായം വെച്ച് സാമ്പാറിനുള്ള പരിപ്പ് എടുത്ത് വേവിക്കാൻ വെക്കാം. ഞാനിപ്പോൾ എന്ത് വേവിക്കാൻ വെച്ചാലും അതിൽ ചൂടുവെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. അതാകുമ്പോൾ വേഗം വെന്ത് കിട്ടാറുമുണ്ട്, ഗ്യാസ് ലാഭിക്കാമല്ലോ. രാവിലെ തന്നെ ഒരു കോഫി കുടിച്ചാൽ എനിക്ക് ഇത്തിരി ഉഷാറ് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കോഫി ആയിട്ട് കുറച്ചു നേരം പോയി ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കും. എന്നും രാവിലെ ഇതേപോലെ ഇരിക്കാറുണ്ടോ എന്ന് വെച്ചാൽ അത് നടക്കാറില്ല. നേരത്തെ എഴുന്നേക്കുന്ന ദിവസങ്ങളിലും പിന്നെ ഇതേപോലെ രണ്ടടുപ്പിൽ എന്തെങ്കിലുമൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നേരം കുറച്ചു നേരം പോയി ഇരിക്കാറുണ്ട്. ചായ കുടിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതവിടെ ഇറക്കി വെച്ചിട്ട് ഞാൻ നേരെ ഇഡ്ഡലി പാത്രം കയറ്റി. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ. അപ്പോഴേക്ക് സാമ്പാറിൻ്റെ പരിപ്പും വെന്ത് വന്നിട്ടുണ്ടായി. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി നമുക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഒരു വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം. അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ രാവിലത്തെ പണി കുറച്ചും കൂടെ എളുപ്പമാകും. ഇനി അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇനി അവിയലിനുള്ള തേങ്ങ ഒതുക്കിയെടുക്കും. സാമ്പാറിൽ തളിക്കാനായിട്ടുള്ള സവാളയും കൂടെ അരിഞ്ഞ് ഇഡലി വെന്തിട്ടുണ്ട്. അത് നമുക്ക് കാസറോളിലോട്ടും കൂടെ മാറ്റാം. അപ്പൂനുള്ള ചായം വെച്ചിട്ട് നേരെ സാമ്പാർ താളിച്ച് അതൊഴിച്ച് അവിയലിൻ്റെ കഷ്ണങ്ങൾ വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഒതുക്കിയ തേങ്ങയും കൂടെ അതിലോട്ടിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പൂന് കൊണ്ടുപോകാനുള്ള ലഞ്ച് പാക്ക് ചെയ്യാം. കുറച്ച് ചോറ് വെച്ചിട്ട് അതിൽ ഈന്തപ്പഴം നാരങ്ങയും കൂടി ഇട്ട് അച്ചാർ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം സേതുവിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇട്ട് തന്നിട്ട് പോയ അച്ചാറാണത്. കൂടെ ഞാൻ കുറച്ച് സാമ്പാറും അവിയലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനെ പറഞ്ഞു വിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതും കൂടെ കഴുകി. രാവിലത്തെ അടുക്കളപ്പണി അങ്ങനെ കഴിഞ്ഞു. ഇനി ഫുഡ് എടുത്ത് നേരെ പോയി സമാധാനമായിട്ട് തിന്നട്ടെ.